അപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞത്. നല്ലൊരു അനുഭവമല്ല. ഞാന് ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ, നമ്മള് കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു. അതില് ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ അത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെ താനെ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇതുമില്ല. അപ്പോൾ എൻ്റെ ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ട് ഇക്കടെ അടുത്ത് പറയുന്നത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്. ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പിറ്റ് ഓഫ് സെക്കൻഡ് അറിയാൻ പണി പാളിയും അപ്പം ചാടിപ്പോന്ന് പറയും ചാടാം. ഇതാണ് കാരണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മളൊരു ധൈര്യമാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ബാക്കിലത്തെ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. കാരണം അത് നമുക്ക് സംഭവിച്ചു പോയില്ല. അത് നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറമാൻമാർ, അത് ക്യാമറ അസിസ്റ്റന്റ് മറ്റേ അദ്ദേഹം അസോസിയേറ്റ്, അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ വഴികളാണ്. വെള്ളമാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, ഇപ്പൊ എവിടെ പോയിട്ട് ഇടിച്ചു നിർത്താന്നുള്ളത് നമുക്കറിയാലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിന്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പൊ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. അതൊരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടല്ലോ, ഈ വേണ്ട പണം കാണാത്തൊരു അല്ല വേണ്ട. ബാബുല് പക്ഷെ അറിഞ്ഞില്ലേ, അത് നിർത്തിയപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് റിയാലിറ്റിക്ക് വേണ്ടി ചെയ്തത്, റിയലിസ്റ്റിക് ആക്കാൻ ചെയ്തതാണോ? അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അത് ശരി, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നില്. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നില്ല ഒളിഞ്ഞിരിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു.